ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം മനോമയ കോശത്തിന്റെ ലക്ഷണമാണ് നമ്മൾ നോക്കിയത്. ജ്ഞാനേന്ദ്രിയാണിച മനശ്ച മനോമയസ്യാത് കോശോ മമാഹമിതി ഞാൻ എന്ന് വസ്തുവികൽപഹേതു സംജ്ഞാതി ഭേദകലനാകലിതോ ബലീയാൻ തത് പൂർവകോശമനുപൂര്യ വിജൃംഭതേയ എന്ന് നമ്മൾ കണ്ടു. തന്മയോട് പ്രത്യേക തന്മയുണ്ട്. മനസ്സിലാക്കുന്നു. എങ്ങനെ മനസ്സിലാക്കുന്നേ? ഓരോ നാമങ്ങൾ വെച്ചുകൊണ്ട്, ഓരോ പേരുകൾ വെച്ചുകൊണ്ട് ഓരോ വസ്തുവിനെയും മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവും കൂടി ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ മനസ്സ് വളരെ ബലമുള്ളതാണ്. അതിന്റെ ലക്ഷണത്തിൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ ലക്ഷണത്തിൽ പറയുന്നത് അത്രയും ബലം മനസ്സിനുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല മനസ്സിനെ ഞാൻ ആത്മാവല്ല എന്ന് മനസ്സിനെ മാറ്റാൻ. മനസ്സാണ് ആത്മാ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിൽ നിന്നും മാറ്റാൻ എളുപ്പമല്ല. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, വളരെ കഠിനമാണ് അത് മാറ്റുന്ന കാര്യം എന്നാണ് അത് അവിടെ പറഞ്ഞത്. ഇന്ന് നമുക്ക് പുതിയ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. മനോമയോനാപി ഭവേത് പരാത്മാ ഹ്യദ്യന്തവത്വാത് പരിണാമി ഭാവാത് ദുഃഖാത്മകത്വാത് വിഷയത്വഹേതോഃ ദ്രഷ്ടാ ഹി ദൃശ്യാത്മതയാ ന ദൃഷ്ടഃ. മനോമയോ നാപി ഭവേത് പരാത്മാ ഹ്യദ്യന്തവത്വാത് പരിണാമി ഭാവാത് ദുഃഖാത്മകത്വാത് വിഷയത്വഹേതോഃ ദ്രഷ്ടാ ഹി ദൃശ്യാത്മതയാ ന ദൃഷ്ടഃ. എന്താ അവിടെ പറയുന്നേ? മനോമയഃ നാപി ഭവേത് പരാത്മാ. മനോമയ കോശം പരമാത്മാ ആവില്ല. നാപി ന അപി ആവില്ല. മനോമയ കോശം പരമാത്മാ ആവില്ല. കാരണം നേരത്തെ പറഞ്ഞു കുറെ ലക്ഷണങ്ങൾ മനസ്സിന്റെ. അങ്ങനെയുള്ള മനസ്സ് ആത്മാവല്ല. കാരണം ആദ്യം പറയുന്ന കാരണം എന്താണ്? ആദ്യന്തവത്വാത്. ആദ്യന്തവത്വാത് പിരിച്ചു പറയുമ്പോ ആദി അന്തവത്വാത്. ആദിയും അന്തവും ഉള്ളതിനാൽ, ആദ്യവും അവസാനവും ഉള്ളതിനാൽ. അതെങ്ങനെ ആദ്യം അവസാനം ഉള്ളതെന്ന് പറയാൻ പറ്റുക? നമുക്ക് നേരത്തെ ഉള്ളൊരു മനസ്സാണോ ഇപ്പോ ഉള്ളൊരു മനസ്സാണോ കുറച്ച് കഴിഞ്ഞ? മനസ്സില് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പരിവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഉള്ളൊരു മനസ്സ് ഭാവിയിൽ ഉണ്ടാകണമെന്നില്ല. പണ്ടുണ്ടായിരുന്ന ഒരു മനസ്സായിരിക്കണമെന്നില്ല ഇപ്പോൾ. എല്ലാ മാറ്റങ്ങൾക്ക് വിധേയം മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശരീരം മാറുന്ന പോലെ തന്നെ മനസ്സും മാറുന്നുണ്ട്. മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും. അനുഭവങ്ങള്, പുതിയ പുതിയ അനുഭവങ്ങള്, പുതിയ പുതിയ അറിവ് എന്നിവ മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കും. ആരാണ് മനസ്സിനെ മാറ്റുന്നത്? പുതിയ പുതിയ അറിവുകൾ മനസ്സിനെ മാറ്റും. കൂടുതൽ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആത്മാ മാറ്റമില്ലാത്തതാണ്. ആ ആനന്ദം എപ്പോഴും ഒരേപോലെയുള്ള ആനന്ദമാണ് എന്നാണ് അത് ആത്മാ എന്ന് ആത്മാ അറിഞ്ഞവർ, ആത്മാ ആനന്ദത്തിൽ ജീവിച്ചവർ, അവർ പറഞ്ഞിട്ടുള്ള ഗുരുനാഥന്മാർ, ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആത്മാനുഭവം ഒരിക്കൽ ഉണ്ടായാൽ അത് എപ്പോഴും നിലനിൽക്കും. അത് സച്ചിദാനന്ദമാണ്, ആനന്ദമാണ് എപ്പോഴും എന്ന്. ഇവിടെ എങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല, സന്തോഷമാണ് ഇവിടെ. ആനന്ദം എന്ന് പറയാൻ പറ്റില്ല,
സന്തോഷം ഉണ്ടാവും കുറെ നേരം മനസ്സിൽ, പിന്നെ കുറെ സമയം ദുഃഖമുണ്ടാവും, സങ്കടവും സന്തോഷവും മാറി 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 വന്നുകൊണ്ടിരിക്കും. പിന്നെ മനസ്സിന്റെ നമ്മൾ പറയുകയാണ് ഇപ്പോഴത്തെ മനസ്സല്ല 10 മിനിറ്റ് കഴിയുമ്പോൾ ഇന്നലത്തെ മനസ്സല്ല ഇന്ന്. അങ്ങനെയൊന്നുമല്ല, എന്റെ മനസ്സ് ഒരേപോലെയാ, അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. ഒരേപോലെ അല്ല, എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നല്ലതിലേക്കുമാകാം ചീത്തയിലേക്കുമാകാം. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്, നല്ലതിലേക്കുമാകാം ചീത്തയിലേക്കുമാകാം. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഗിഫ്റ്റാണ് ഭഗവാൻ തന്നിരിക്കുന്നത് അവിടെ. നല്ലതിലേക്കും ചീത്തയിലേക്കും ആകാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ. ആ മനസ്സിനെ ഉപയോഗിച്ചു വേണം എങ്ങോട്ട് പോകാൻ? അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകാൻ. അതിനാണ് സാധനകൾ പറഞ്ഞു തന്നത്. സാധനങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതെന്താണ്? അതെല്ലാം നല്ലതിലേക്കുള്ള പ്രയാണം. അപ്പൊ നല്ലതാകാനും പറ്റും, ചീത്തയാകാനും പറ്റും. അത് ആരുടെ കയ്യിലായിരിക്കുന്നത്? അതിന്റെ കഴിവ് നമുക്ക് തന്നെയാ. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് മനസ്സിനെ നമ്മുടെ സേവകനാക്കി നിർത്തിയാൽ നമ്മൾ പറയുന്ന പോലെ അത് പ്രവർത്തിക്കും. അപ്പോ സാധന ചെയ്യൂ എന്ന് പറഞ്ഞാൽ സാധന ചെയ്യും, അല്ലെങ്കിലോ ചെയ്യില്ല, മോശമായ പ്രവൃത്തികളിലെ കൂടെ പോകും, നമ്മളെ പിടിച്ചു വലിക്കും. അപ്പൊ നമ്മൾ വേണം, അങ്ങനെയല്ല, അത് ശരിയല്ല, അത് തെറ്റാണ്. എനിക്ക് വിവേകമുണ്ടല്ലോ, ആദ്യം പഠിച്ചതാണ്. ഏറ്റവും ആദ്യം വരേണ്ടത് എന്താണ്? വിവേകം. നാമരൂപം കൊണ്ട് എന്തുണ്ടാവും? വിവേകം ഉണ്ടാവും. അപ്പൊ വിവേകം ഉണ്ടായി കഴിയുമ്പോൾ മനസ്സിനെ മോശമായ വഴിക്ക് പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റും. അങ്ങനെ പിടിച്ചു നിർത്തി കഴിയുമ്പോൾ മെല്ലെ മെല്ലെ സാധനകൾ ചെയ്ത് അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതിലേക്കുള്ളൊരു വഴിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ സാധനകളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി വേദാന്തത്തിലേക്ക് എത്തിക്കഴിയുമ്പോ ആണ് പറഞ്ഞു തരുന്നേ, ഈ ശരീരം അല്ല ആത്മാ, പ്രാണൻ അല്ല ആത്മാ, പിന്നെ ദേ വരുന്നു ഈ മനസ്സും അല്ല ആത്മാ. അപ്പോ ഇത്രയും അറിയണമെങ്കിൽ ഈ വഴിയിൽ കൂടെയൊക്കെ സഞ്ചരിച്ച് വന്നാലേ പറ്റുള്ളൂ. വെറുതെ ഒരാളുടെ പോയിട്ട് മനസ്സല്ലാട്ടോ ആത്മാ എന്ന് പറയാൻ ആൾക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇത്രയും വായിച്ചത് കൊണ്ടും ഇത്രയും ഗുരുനാഥന്മാരുടെ ഉപദേശങ്ങൾ കേട്ടത് കൊണ്ടും നമ്മൾ ഇത് മനസ്സിലാക്കണം. മനസ്സിലാക്കാം എന്നുള്ളതല്ല, മനസ്സിലാക്കണം. എന്ത്? ഈ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആത്മാ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ആത്മാവിന് ആദിയുമില്ല അന്തവുമില്ല, എന്നും ഉള്ളതാണ്. മനസ്സ് എന്നും ഉള്ളത് അല്ല. കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ആഴ്ന്ന ഉറക്കത്തില് മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടോ? ആഴ്ന്ന ഉറക്കത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. അതിന് മുമ്പുള്ള സ്റ്റേജിൽ സ്വപ്നം കാണുന്ന സ്ഥലത്ത് മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡീപ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ, ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ മനസ്സ് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒന്നും അറിയാത്തൊരവസ്ഥ. ഒന്നും അറിയാതിരിക്കുന്ന എപ്പോഴാണ്? മനസ്സ് ഉൾവലിഞ്ഞ് മനസ്സ് പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? സുഖമായിട്ടുറങ്ങി. അപ്പൊ മനസ്സിന് എത്രത്തോളം എന്തെല്ലാം കാര്യങ്ങളുണ്ട് മനസ്സിൽ. അതിന് ചിലപ്പോൾ പ്രവർത്തിക്കും, ചിലപ്പോൾ പ്രവർത്തിക്കില്ല, അല്ലേ? ഉറങ്ങുമ്പോ ആദ്യം പ്രവർത്തിക്കുന്നുണ്ട്, സ്വപ്നമൊക്കെ കാണിച്ചു തരുന്നുണ്ട്, പല കാര്യങ്ങളും ആ സമയത്ത് നടക്കും. പിന്നെ ഗാഠനിദ്രയിലേക്ക് പോകുമ്പോ മനസ്സടങ്ങി എന്ന് നമ്മൾ പറയും. അടങ്ങി. അപ്പൊ അങ്ങനെ പറ്റും മനസ്സിന്, അല്ലേ? മനസ്സിന് പ്രവർത്തിക്കാതെ ഉണ്ടാതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ, അമർന്നിരിക്കാൻ, അടങ്ങി ഇരിക്കാൻ പറ്റും. ദിവസവും നമ്മളിത് കാണുന്നുണ്ട്, എന്നും കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. മനസ്സ് സ്വയം ഒരു റെസ്റ്റ് എടുക്കുക, മനസ്സ് അടങ്ങി ഈ ശരീരത്തിനൊക്കെ ഒരു റെസ്റ്റ് കൊടുത്ത് എല്ലാ അവയവങ്ങൾക്കും വീണ്ടും പ്രവർത്തിക്കണ്ടേ? അപ്പൊ ഈ ശരീരത്തെ എത്ര കാലം നിലനിർത്തണം എന്നുള്ളതനുസരിച്ച് ആ മനസ്സ് ഈ ശരീരത്തിന്, ഈ ഇന്ദ്രിയങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഇപ്പോ മനസ്സാണ് റെസ്റ്റ് കൊടുക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആരാ ആദ്യം എണീക്കുന്നത്? മനസ്സ്. മനസ്സാദ്യം എണീറ്റ കണ്ണു തുറക്കാൻ പറയും, കണ്ണു തുറക്കും, കണ്ണു തുറന്നെല്ലാം കാണും, പിന്നെ അടുത്ത ഓരോരോ കൃത്യങ്ങളായിട്ട് ചെയ്യും. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ മനസ്സ് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ ആക്റ്റീവായി, ഉണർന്നു എന്ന് പറയും. നമ്മൾ ഭയങ്കര ആക്റ്റീവായി. അത് കഴിഞ്ഞോ? എന്നാ കുറച്ച് സമയം നല്ല ധ്യാനത്തിലിരിക്കാം, ഒന്നും ചിന്തിക്കാതെ. എങ്ങനെയാണോ ഗാഠനിദ്രയിൽ ഇരുന്നേ അതുപോലെ
ഒരു ദുഃഖവും ഒന്നും അറിയാതെ മനസ്സിനെ ഏറ്റവും അനങ്ങാത്ത രീതിയിൽ താഴ്ത്തിവെച്ച് മനസ്സിന് പിടികൊടുക്കാതെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തി അവിടെ ഇരിക്കെ, ഞാനിപ്പോ ഒന്നും ആലോചിക്കുന്നില്ല എന്നും പറഞ്ഞ് മനസ്സിനെ ഒരു ചിന്തയും എനിക്ക് വേണ്ട, ചിന്തിക്കണ്ട ഇപ്പൊ എന്ന് പറഞ്ഞൊരു മനസ്സിനെ എത്ര സമയം ഇരുത്താൻ പറ്റും? അതുപോലും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ മനസ്സിനെ ഞാനല്ല, അതായത് ആത്മാവല്ല എന്ന് ആക്കിയെടുക്കാൻ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ ഉണ്ടാവുക, അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. സാധനയിലെ ഏറ്റവും ഭയങ്കര സാധനയാണത്. മനസ്സിന് അർജുനനോട് പറയുന്നുണ്ട് ഭഗവാൻ, ഏറ്റവും ബുദ്ധിമുട്ടാണ്, പക്ഷെ സാധിക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. സാധന കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം, സാധിക്കും എന്നുള്ളതിന്റെ ഉദാഹരണം ഡെയിലി നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മനസ്സും ഉണ്ടാതിരിക്കുന്നുണ്ട്, നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ട്, രാത്രി ഉറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് അത് ആ മനസ്സിനെ അടക്കി നിർത്തി ആ സുഖം അനുഭവിക്കാൻ നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. പറ്റില്ല എന്നല്ല പറയണ്ടേ അവിടെ, നമുക്ക് തോന്നുന്നില്ല, നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകും. പറയും ഇന്ദ്രിയങ്ങളുടെ പുറകെ പോരെ, ഇന്ദ്രിയങ്ങളുടെ പുറകെ പോരെ, അത് കാണാം, കണ്ടോ അത് കാണാം, ആ കാഴ്ച കാണാം, ആ കാഴ്ച കാണാം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ കണ്ണുപയോഗിച്ച് കാഴ്ചകൾ കാണാം. പിന്നെ പറയുന്നത് ഈ ശബ്ദം കേൾക്കാൻ എന്ത് രസമാണ്, ഈ പാട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ എന്ത് രസമാണ് ഈ പ്രഭാഷണം കേൾക്കാൻ, എന്ത് രസമാണ് ഈ ഓരോരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ, ആ കൊച്ചു വർത്താനം പറഞ്ഞ കേൾക്കാൻ എന്ത് രസം. അതേ മറ്റേ ആള് നല്ല, കാര്യം അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ ഇല്ലേ, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഇളക്കുന്നതാണ് നമ്മളെ, അറിഞ്ഞില്ലേ ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞില്ലേ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, എന്താ, അപ്പൊ ഉടനെ ചെവി കൊടുത്തു, അറിയാൻ ഭയങ്കര ഉത്സാഹമായി, പിന്നെ അറിഞ്ഞോടുകൂടിയിട്ട് ഉള്ള സമാധാനവും പോയി. ഇതൊക്കെ ദിവസം പല പ്രാവശ്യം സംഭവിക്കുന്നു, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം സംഭവിക്കുന്നതാണ്. അപ്പോ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു രക്ഷയില്ല. മനസ്സ് ആരെയാ പിടിച്ച് ഓടിക്കുന്നത്? ഇന്ദ്രിയങ്ങളെ, 5 ഇന്ദ്രിയങ്ങളെയും പിടിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മനസ്സിനോട് പറഞ്ഞില്ല, എനിക്കിപ്പോ കാണണ്ട, ഇപ്പൊ കാണാനുള്ള സമയമില്ല, ഞാനിപ്പോ കാണുന്നില്ല, രാവിലെ ഞാൻ കുറച്ചു സമയം ധ്യാനത്തിലിരിക്കാനുള്ള സമയമാണ്, ഈശ്വരനെ ചിന്തിക്കാനുള്ള സമയമാണ്, എന്നെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമാണ്. ഇപ്പൊ നീ കണ്ണൊന്നും തുറക്കാൻ പറയണ്ട, കാഴ്ച കാണാൻ പറയണ്ട. ഇല്ലില്ല, എനിക്കിപ്പോ ശബ്ദമൊന്നും കേൾക്കണ്ട, ഒരു സംഗീതവും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട, ഞാനിപ്പോ ഒന്നും കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, വിശപ്പൊന്നുമില്ല, ദാഹവുമില്ല, ഇപ്പൊ ഞാനൊന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളോടും പറഞ്ഞിട്ട് അവരെ ആദ്യം അവിടെ നിർത്താം. അവിടെ നിർത്തി കഴിയുമ്പോൾ മനസ്സാണ് പറയുന്നത്. അപ്പൊ മനസ്സാരുടെ കയ്യിലായി? നമ്മുടെ കയ്യിലായി. ഇങ്ങനെ വേണം മനസ്സിനെ നമ്മുടെ കയ്യിൽ കൊണ്ടുവരാൻ. മനസ്സിനെ കയ്യിൽ കൊണ്ടുവരണമെങ്കിൽ ഓരോ ഇന്ദ്രിയങ്ങളായിട്ട് പറയണം. കണ്ണടയ്ക്കുക, ഇതിനാണല്ലേ കണ്ണടയ്ക്കാൻ പറഞ്ഞില്ല. ഭഗവാൻ കണ്ണിന് മാത്രം ഇങ്ങനെ അടയ്ക്കാൻ ഒരു സംവിധാനം തന്നിട്ടുണ്ട്. മൂക്കിന് അടയ്ക്കാൻ പറ്റില്ല, ചെവിക്ക് അടയ്ക്കാൻ പറ്റില്ല, വായ്ക്കും അടയ്ക്കാം, കണ്ണിനും അടയ്ക്കാം. ഈ 2 അടയ്ക്കാനുള്ള സംവിധാനം തന്നിട്ടുണ്ട് ഭഗവാൻ. എന്തിനാണത്? അതെന്തിനാ? ഈ മനസ്സിനെ അടക്കി കൊണ്ടുവരാനുള്ള സൗകര്യം ചെയ്തു തന്നിരിക്കുകയാണ് ഈ ശരീരത്തിന്. ഒരു കാഴ്ചയും കാണണ്ട. വേറെ വല്ലവരും വിചാരിച്ച പറ്റുമോ കാഴ്ച കാണാതിരിക്കാൻ? പറ്റില്ല. കണ്ണു തുറന്നാൽ കാണുകയല്ലേ, ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുക, ദൃഷ്ടമാണ്, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോ എങ്ങനെ സാധിക്കും ഭഗവാനെ എന്ന് ചോദിച്ചാൽ, കണ്ണടച്ചോളൂ, കണ്ണടച്ചാൽ സാധിക്കും. പിന്നെയോ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിൽ കൂടെ. ഇപ്പോ തൽക്കാലം കുറച്ചു നേരം അതൊന്നുമില്ല, ഇവിടെ ആവശ്യത്തിനുള്ള എനർജിയൊക്കെ ഉണ്ട്, കുറച്ചു നേരം വായ അടച്ച് സംസാരിക്കാതെ, നമ്മൾ തന്നെ ശബ്ദമുണ്ടാക്കാതെ നാക്കിനെ നിയന്ത്രിച്ച് നാക്കിനെ അടക്കി. ഇപ്പൊ ഏറ്റവും പ്രശ്നം അതാ, ആൾക്കാർക്ക് സംസാരിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, പ്രത്യേകിച്ചും വയസ്സായവർക്ക്. സംസാരിച്ചേ തീരൂ, വെറുതെയെങ്കിലും സംസാരിക്കണം. കുറച്ചേരം മിണ്ടാതിരുന്ന് നോക്കുക, അതിന്റെ സുഖം എന്നരെ അറിയാം. മൗനമായിട്ടിരിക്കുന്നതിന്റെ സുഖം വലിയ സുഖമാണ്. കണ്ണടച്ച് മൗനമായിട്ട് പുറത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാൻ വലിയ താല്പര്യം കാണിക്കാതെ അതിന് പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവനവനിൽ, ആത്മാവിൽ ഇരിക്കാൻ ശ്രമിക്കണം. അതിന് വേറെ ഒന്നും ചെയ്യണ്ട, ഈ മനസ്സിനെ അവിടെ നിർത്തിയാൽ മതി. അപ്പൊ പിന്നെ അവിടെ പോയിരിക്കും, ശരിക്കും ആത്മാവിൽ ഇരിക്കാനുള്ള ഒരു പരിശീലനം അവിടെ ഉണ്ടാവും.
മനസ്സടങ്ങി അടങ്ങി അടങ്ങി മനസ്സെന്നൊരു സംഭവം ഇല്ലാത്ത പോലെയാവും. ഉണ്ടായിരിക്കും അവിടെ, പക്ഷെ അനുഭവത്തിൽ നമുക്ക് വരാതിരിക്കും. അപ്പോ ആഴ്ന്ന ഉറക്കത്തില് മനസ്സ് പ്രവർത്തിക്കുന്നില്ല. സ്ഥൂല ശരീരം വിട്ട ശേഷം മനസ്സ് വേറെ രീതിയിലായിത്തീരുന്നു എന്നാണ് പറയുന്നത്. സ്ഥൂല ശരീരം വിട്ട ശേഷം മനസ്സ് വേറെ രീതിയിലായിത്തീരുന്നു പറയുന്നു. അത് ശാസ്ത്രത്തെ കൂടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്വന്തം അനുഭവത്തിൽ കൂടെ അറിയാൻ പറ്റൂ? ഇല്ല. അത് ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ളതനുസരിച്ച് അറിയാൻ പറ്റും. ആത്മാവിന് ജനനവുമില്ല, മരണവുമില്ല. അതായത് നാശവുമില്ല, ഉണ്ടാകലുമില്ല, നാശവുമില്ല. അനാദിയാണ്. പക്ഷെ മനസ്സോ പരിണാമിഭാവാത്. ആദ്യം പറഞ്ഞു എന്താ പറഞ്ഞ ആദ്യന്തവത്വ, ആദ്യവും അവസാനവും ഉള്ളതിനാൽ ഒന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പരിണാമിഭാവാ, ഓരോ ലക്ഷണവും മാറിക്കൊണ്ടിരിക്കുന്ന ഭാവം. ഓരോ ക്ഷണവും ഓരോ ക്ഷണവും മാറി മാറിയിരിക്കുന്ന ഭാവം ഇല്ലേ? അങ്ങനെ മനസ്സ് മാറി മാറി മാറിയിരിക്കുക. അപ്പൊ മനസ്സ് വളരുന്നുണ്ട് ഇല്ലേ? വളർച്ചയില്ലേ മനസ്സിന്? കൂടുതൽ കൂടുതൽ അറിവുണ്ടാവും എന്ന് പറയുന്നത് പറയാ നമ്മള്, മനസ്സിന് വളർച്ചയുണ്ട്. അതില്ലാത്തവരുണ്ടല്ലോ അല്ലേ ലോകത്തില്? ചില കുട്ടികളൊക്കെ വയ്യാത്തവർ ഇങ്ങനെയില്ലേ? മനസ്സിന് വളർച്ചയില്ലാത്തവര് ഉണ്ട്. അപ്പൊ മനസ്സ് ആത്മാവാണോ? അല്ല. അവർക്ക് മനസ്സുണ്ട്, അത് ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നു, കൂടുതൽ പ്രവർത്തിക്കുന്നില്ല. മറ്റു ചിലർക്ക് കൂടുതൽ പ്രവർത്തിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഒരിക്കലും ആത്മാവാവില്ല. പലർക്കും പല രീതിയിലുള്ള ഒരു സാധനം എങ്ങനെയാ ആത്മാവാകുന്നേ? പറ്റില്ല. ആത്മാവെന്ന് പറഞ്ഞാൽ എല്ലാവരിലും എല്ലാ സ്ഥലത്തും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് ആത്മാ. ആ ആത്മാ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതും നമ്മുടെ പുറത്ത് നിറഞ്ഞു നിൽക്കുന്നതും. അപ്പൊ അതിനെ പിന്നെ എങ്ങനെ മനസ്സെന്ന് പറയുക? അതിനെ മനസ്സെന്ന് പറയാൻ പറ്റില്ല. മനസ്സ് വളരുന്നുണ്ട്, കുറേശ്ശെയായി നശിക്കുന്നുമുണ്ട്. പ്രായമായി വരുമ്പോ എല്ലാ കാര്യമൊന്നും മനസ്സിൽ വരില്ല ഇല്ലേ? നന്നായിട്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം കുറച്ചൊക്കെ. എല്ലാ കാര്യവും നമുക്ക് ഓർമ്മയുണ്ടോ? എല്ലാ കാര്യങ്ങളും മനസ്സിലുണ്ടോ? എന്തെല്ലാം കാര്യം കടന്നുപോയി മനസ്സിൽ കൂടെ. ആ മനസ്സിൽ നിന്ന് ഇവിടെ പോയി, അതൊക്കെ നശിച്ചുപോയി. അപ്പൊ മനസ്സ് നശിക്കും, കുറേശ്ശെയായിട്ട് നശിക്കുന്നുമുണ്ട്. സ്ഥൂല ശരീരം പോലെ മനസ്സിന് ഉണ്ട് ആരോഗ്യം. ശരിയാണോ അല്ലയോ? ചിന്തിച്ചു നോക്കൂ. സ്ഥൂല ശരീരത്തിന് ആരോഗ്യമുണ്ട്, അതുപോലെ മനസ്സിനും ആരോഗ്യമുണ്ട്. ആരോഗ്യമില്ലാത്ത മനസ്സ് നമുക്കറിയാലോ. മനസ്സിന് ബലമില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? മനസ്സിന് ആരോഗ്യമില്ല എന്നർത്ഥം. മനോബലം ഇല്ല അല്ലേ? ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാര്, കുഞ്ഞുങ്ങളൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു, പരീക്ഷയിൽ തോറ്റ ആത്മഹത്യ ചെയ്യുന്നു. അവർക്കൊക്കെ എന്താണ്? ബലമില്ല മനസ്സിന്. വലിയ ആൾക്കാരും അതെ. കഴിഞ്ഞ ദിവസം തന്നെ നിസ്സാരൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്തു, ആരോ എന്തോ പറഞ്ഞു. അതെ, ബലമുള്ളവരോ ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, നല്ല കട്ടിയാ മനസ്സിന്. ഒരു ആത്മഹത്യയും ചെയ്തില്ല, ഒന്നും ചെയ്യില്ല. അവരവരുടേതായ രീതിക്ക് പോയിക്കൊണ്ടിരിക്കും, നല്ലതോ ചീത്തയോ. അവർക്കതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് മനസ്സിന് ബലമുള്ളവരാണ്, ഭയങ്കര ബലമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ബലമാണ്. അത് ആത്മീയതയൊന്നുമായിട്ടല്ല, മനസ്സിൻ്റെതായൊരു ബലം. അപ്പോ നല്ല ബലമാണ് മനസ്സിന്, എളുപ്പമല്ല അതിനെ ഒതുക്കാൻ. ഇനി ബലം കുറവായവർക്ക് ഈ വഴിക്ക് വരാൻ പറ്റുമോ? അതും പറ്റില്ല. മനസ്സിന് ബലമില്ലെങ്കിൽ പറ്റില്ല. കാരണം ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ബലം വേണം, ഒരു ശക്തി വേണം. അത് മനസ്സിലാക്കിയിട്ട് അതിനെ അവനവന്റെ വരുതിയിൽ കൊണ്ടുവരാൻ ഒരു ബലം വേണം മനസ്സിന്, വേണ്ടേ? മറ്റേ ബലമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരാ. അവർക്ക് കൺട്രോളേ ഇല്ല അവരുടെ മനസ്സിൽ. അവർക്കൊരു കൺട്രോളും ഇല്ല അവരുടെ മനസ്സിൽ. അവർക്ക് കൺട്രോൾ ചെയ്യാൻ അറിയില്ല, അവർക്ക് പറ്റൂല എന്നുള്ള കഴിവില്ല. ഈശ്വരൻ ആ കഴിവ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ മാറ്റങ്ങളെ കാണുന്നതാണ് ഒരാള്. ആരാണ് ഈ മാറ്റങ്ങളെ കാണുന്നത്? കൊച്ചിലെ എൻ്റെ മനസ്സിൽ ഈ വക കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ചുകൂടെ വലുതായപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ കുറെ കൂടെ വലുതായപ്പോ കുറെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലായി. ഇപ്പതേ ഞാൻ വേദാന്തമൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വേദാന്തമൊക്കെ മനസ്സിലാവുന്നുണ്ട്. നേരത്തെ എനിക്ക് വേദാന്തം ഒന്നും മനസ്സിലാവില്ലായിരുന്നു. നേരത്തെ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ ചുമ്മാ കഥകളൊക്കെ കേൾക്കും,
ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ, രാമന്റെ കഥകളൊക്കെ കേൾക്കും. രാമായണം വായിക്കുമ്പോൾ രാമന്റെ കഥ ഇതെല്ലാം കേൾക്കും. പുരാണങ്ങളൊക്കെ വായിക്കാൻ എനിക്കിഷ്ടമാണ്. പുരാണങ്ങളൊക്കെ കേൾക്കും. ധാരാളം കീർത്തനങ്ങളൊക്കെ ചൊല്ലും. എല്ലാം ചെയ്യും. ഉപനിഷത്തൊന്നും മനസ്സിലാകത്തില്ല, വേദാന്തം ഒന്നും എനിക്ക് ഒട്ടും മനസ്സിലാവില്ല എന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ നിന്ന് നമ്മളിപ്പോ കുറച്ചു പേർക്കെങ്കിലും എന്ത് തോന്നുന്നുണ്ട്? ഉപനിഷത്ത് മനസ്സിലാവുന്നുണ്ട്, തത്വബോധം മനസ്സിലായി. ഇപ്പോ വിവേക ചൂടാമണി മനസ്സിലാകുന്നുണ്ട്, വേദാന്തമാണ് ഇത് മനസ്സിൽ ആകുന്നുണ്ട്. അപ്പൊ നേരത്തെ മനസ്സാണോ ഇപ്പോ? അല്ല. മനസ്സിന് മാറ്റം വന്നു, മനസ്സിന് വളർച്ചയുണ്ടായി എന്ന് പറയാം. അപ്പൊ വളരുകയും ചെയ്യും, തളരുകയും ചെയ്യും. ഈ ഇങ്ങനെ മാറ്റങ്ങളെ കാണുന്ന ഒരാളുണ്ട്. നേരത്തെയും ഞാൻ എൻ്റെ മനസ്സിനെ അറിഞ്ഞിരുന്നു, ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ അറിയുന്നു. ആരാണ് അറിയുന്നത്? ഞാൻ. മനസ്സിന്റെ ബലത്തിനെ കുറിച്ച് പോലും നമുക്ക് പറയാൻ പറ്റും. നേരത്തെ എനിക്ക് ഇത്ര മനോബലമൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എനിക്ക് നല്ല മനോബലം. ഒത്തിരി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് നല്ല മനോബലമായി. നേരത്തെ ചില കാര്യങ്ങളൊന്നും ഞാൻ പെട്ടെന്ന് അങ്ങ് തളർന്നു പോകുമായിരുന്നു, ഞാൻ പെട്ടെന്ന് ദുഃഖത്തിലേക്ക് പോകുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ സ്വല്പം വൈരാഗ്യമൊക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് വൈരാഗ്യമുണ്ട്, വിവേകമുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്ന ഒരാളുണ്ട്, ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട്. ഇതെല്ലാം അറിയുന്നുണ്ട് ഒരാള്. കൊച്ചിലെയുള്ള മനസ്സ്, യൗവനത്തിലുള്ള മനസ്സ്, വാർദ്ധക്യത്തിലുള്ള മനസ്സ്, ഇപ്പൊ എല്ലാം ഈ മനസ്സിനൊക്കെ കണ്ടുകൊണ്ട്, ഈ ശരീരത്തെ കണ്ട പോലെ, ഈ ശരീരത്തെ കണ്ടില്ലേ നമ്മള്? കുഞ്ഞായിരിക്കുമ്പോൾ ശരീരത്തെ കണ്ടു, ഇപ്പതേ വലുതായി, കൈ നീളം വെച്ചു, കാല് നീളം വെച്ചു, വിരലുകൾ ഉണ്ടായി, ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇപ്പതേ വയസ്സായിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആരാണ് കാണുന്നത്? ആത്മായാണ് കാണുന്നത്. അതേപോലെ ഈ മനസ്സിനെ കാണുന്നത് ആരാണ്? ആത്മായാണ്. മനസ്സിനെ കാണുന്നു ആത്മാ. അതുകൊണ്ട് ഈ മാറുന്ന മനസ്സ് ആരാണ്? മാറുന്ന മനസ്സ് ഞാനാണോ? അല്ല, ഞാൻ ആത്മാ തന്നെയാണ്. എനിക്ക് മാറ്റമില്ല. ഈ ശരീരം പോയാലും എനിക്കൊരു മാറ്റമില്ല. ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ വേറെ ശരീരം വരുമായിരിക്കാം, വേദാന്തം പറയുന്നതനുസരിച്ച് വേറൊരു ശരീരം അല്പം കിട്ടുമായിരിക്കാം. ചിലപ്പോൾ അത് കിട്ടാതിരിക്കാനാണ് ഇപ്പൊ വേദാന്തം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അതിനുള്ള പ്രവൃത്തികളെ ചെയ്യുന്നത്. അപ്പോ പരിണാമി ഭാവ, മാറ്റം വരുന്നതിനാലും ഈ മനസ്സ് ആത്മാ അല്ല, മനോമയ കോശം ആത്മാ അല്ല. പിന്നെയോ ദുഃഖാത്മകത്വ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖാത്മകത്വ. ഈ മനസ്സ് ദുഃഖസ്വരൂപമാണ്. മനസ്സ് ദുഃഖമാണ്, കൂടുതൽ സമയം ദുഃഖമാണ്. ഏതെങ്കിലും തരത്തിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മൾ കരച്ചിൽ മാത്രമായിട്ട് വിചാരിക്കരുത്. എന്തോ ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖം തന്നെയാണ്. അതില്ലേ എപ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടില്ലേ? പല രീതിയിൽ എനിക്ക് വേണ്ട അംഗീകാരം ലഭിച്ചില്ല, എനിക്ക് വേണ്ട വിദ്യാഭ്യാസം ലഭിച്ചില്ല, എനിക്ക് വേണ്ട സമ്പത്ത് ലഭിച്ചില്ല, എനിക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല, എനിക്ക് വേണ്ട സ്നേഹം ലഭിച്ചില്ല. എത്രയോ ഇല്ല 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 നമുക്ക് പറയാനുണ്ട്. നമ്മളൊരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതായത് ചെറിയൊരു ദുഃഖം മനസ്സിലുണ്ട്, എപ്പോഴും ഒരു ദുഃഖം മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ദുഃഖാത്മകത്വ, മനസ്സിന്റെ സ്വരൂപമേ ദുഃഖമെന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്. ശങ്കരാചാര്യസ്വാമി പറയുന്നു മനസ്സിന്റെ സ്വരൂപം തന്നെ ദുഃഖമാണ് എന്ന് പറയുക. അപ്പൊ പറയും, അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയായില്ല, മനസ്സിന് ദുഃഖസ്വരൂപം എന്നല്ല. ഞാൻ ഇഷ്ടം പോലെ സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ, ആ സുഖത്തെ വരുന്ന ആനന്ദമയ കോശത്തില് പറയാനിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മനസ്സിലെ സുഖത്തെ വേറെ കോശത്തിലേക്ക് നീക്കും, ആനന്ദമയത്തിലേക്ക് നീക്കും. പിന്നെ അവിടെ എന്താണ് ബാക്കിയുള്ളത്? അവിടെ ദുഃഖം മാത്രം. ഒരു കോശം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, മുന്നോട്ട് പോകണല്ലോ. 2 കോശങ്ങളുണ്ട്. മനോമയ കോശം കഴിഞ്ഞ് വിജ്ഞാനമയ കോശം കഴിഞ്ഞ് ആനന്ദകോശം. അപ്പൊ മനോമയ കോശത്തിലെ ഞാൻ എപ്പോഴും സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിനെ നേരെ എടുത്തു മാറ്റും. എങ്ങോട്ട്? ആനന്ദമയ കോശത്തിലേക്ക്. അപ്പൊ ആനന്ദമയ കോശത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ബാക്കി ഇവിടെ ഉണ്ട് സുഖവും ദുഃഖവും ഉള്ളതില് സുഖത്തെ മാറ്റിക്കളയുമ്പോൾ ദുഃഖം മാത്രം അവശേഷിക്കുന്നു. ദുഃഖാത്മകത്വ. അതാണ് ആചാര്യസ്വാമി പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്തത്
വിഷയത്വഹേതോഹോ, വിഷയത്വഹേതോഹോ, ഈ മനസ്സ് കാണപ്പെടുന്നതാണ് മറ്റു വസ്തുക്കളെ പോലെ. ഈ മനസ്സ് മറ്റു വസ്തുക്കളെ പോലെ കാണപ്പെടുന്നതാണ്. ദൃക്, ദൃശ്യം, നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? ദൃക്കും ദൃശ്യവും പഠിച്ചിട്ടുണ്ട്. കാണുന്ന ഞാൻ വേറെ, കാണപ്പെടുന്ന വസ്തു വേറെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ. കാണുന്ന ഞാൻ വേറെയാണ്, കാണപ്പെടുന്ന വസ്തു വേറെയാണ്. ഇവിടെ കാണൽ എന്നാൽ എന്താണ്? അനുഭവിക്കൽ. അനുഭവിക്കപ്പെടുന്ന വസ്തു വേറെ, ഞാൻ വേറെ. നമ്മുടെ മനസ്സിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പൊ ചിന്തിച്ചു നോക്കണം. ആചാര്യസ്വാമി പറയണം, ചിന്തിക്കൂ, നോക്കൂ. മനസ്സിനെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നേ. ഭയങ്കര ദുഃഖമാണ്, മനസ്സിനെയല്ലേ അനുഭവിക്കണേ. ഭയങ്കര സന്തോഷമാണ്, മനസ്സിനെയല്ലേ അനുഭവിക്കുന്നത്. ഓരോ വികാരത്തിനും മനസ്സിനെ അനുഭവിക്കുകയാണ്. ഓരോ വികാരത്തിലും ആരെങ്കിലും നമ്മളോട് മോശമായി പറഞ്ഞു, നമ്മൾ മോശമാണ് എന്ന് പറഞ്ഞാൽ, ഓ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, അദ്ദേഹം എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഒരു സന്ദർഭത്തില് നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുകയാണ്, അപ്പൊ അയാൾക്ക് അങ്ങ് ഫീൽ ചെയ്തു. അപ്പൊ അയാൾ പറയാണ്, ഓ എന്നാലും അത് മോശമായി, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? എന്റെ പൊന്നെ, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ, അല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, നിങ്ങൾ അങ്ങനെ എടുക്കരുത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാറില്ലേ? ഇതാണ് മനസ്സിനെ നാം കാണുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം. കാണുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, നമ്മൾ കണ്ടോണ്ടല്ലേ പറഞ്ഞേ. മറ്റയാളെന്ന് പറയും, എന്നാൽ എനിക്കത് ഭയങ്കര, നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു, നിങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ഹേ, നമ്മൾ പറയാം. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ കണ്ട് ശീലിക്കണം. ഇതൊരു സാധനമായിട്ട് എടുക്കാം. മനസ്സിനെ ഇങ്ങനെ കാണുക. ധ്യാനത്തില് മനസ്സിനെ കണ്ട് ശീലിക്കണം. അങ്ങനെ കാണപ്പെടുന്ന, അനുഭവിക്കുന്ന ദൃഷ്ടാഹി ന ദൃശ്യത്വമയാ ദൃഷ്ട. എന്താ പറയുന്നത് അവിടെ? ദൃഷ്ടാഹി ദൃശ്യാത്മതയാ ന ദൃഷ്ട. അടുത്തത് അവസാന വരിയാണ് പറയുന്നത്. അവസാന വരിയിൽ പറയുന്നു, ദൃഷ്ടാഹി ദൃശ്യാത്മതയാ ന ദൃഷ്ട. കാണുന്നവൻ കാണപ്പെടും വസ്തുവായിട്ട് അറിയപ്പെടുന്നില്ല. കാണുന്ന നമ്മൾ കാണപ്പെടുന്ന വസ്തുവായിട്ട് അറിയപ്പെടുന്നില്ല. പറ്റുമോ? അങ്ങനെ കാണാൻ പറ്റുമോ? ഞാൻ എന്നെ കണ്ടു എന്ന് പറയാൻ പറ്റുമോ? ഇതെവിടെ ഇരിക്കുന്ന കണ്ടു, ഞാൻ എന്നെ ഇവിടെ ഇരിക്കുന്ന കണ്ടു, അങ്ങനെ പറയാൻ പറ്റില്ല. കാണുന്ന ശരീരത്തെ പറയാം, മനസ്സിനെ പറയാം. ആത്മാവിനെ എങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിനെ ഞാൻ അറിയുന്നുണ്ട്, എന്റെ മനസ്സിനെ ഞാൻ അറിയുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. കാണുന്നവൻ കാണപ്പെടും വസ്തുവായി അറിയപ്പെടുന്നില്ല. കാണുന്നവൻ കാണപ്പെടും വസ്തുവിൽ നിന്നും വേറിട്ടാണ് ഇരിക്കുന്നത്. കാണുന്ന ആള് കാണപ്പെടുന്ന വസ്തുവിൽ നിന്ന് വേറിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ മനസ്സ് കാണപ്പെടുന്നതാണ്. അത് തെളിയിക്കാനാണ് ഇവിടെ പറഞ്ഞത്. മനസ്സ് കാണപ്പെടുന്നതാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞത്. കാണപ്പെടുന്ന മനസ്സ്, പിന്നെന്താണ്? ദുഃഖസ്വരൂപമായ മനസ്സ്, പിന്നെയോ മാറ്റത്തിന് വിധേയമായ മനസ്സ്, പിന്നെയോ ഉണ്ടാകലും നശിക്കലും മനസ്സിനുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ വന്നു ഇപ്പൊ മനസ്സിനെ കുറിച്ച്. എത്ര കാര്യങ്ങളാ വന്നേ ഇപ്പൊ മനസ്സിനെ കുറിച്ച്. മനസ്സ് കാണപ്പെടുന്നതാണ്, മനസ്സ് ദുഃഖസ്വരൂപമാണ്, മനസ്സിന് പരിണാമമുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നു, മനസ്സ് നശിക്കുന്നുണ്ട്, മനസ്സ് വളരുന്നുണ്ട്, മനസ്സ് ഇല്ലാതിരിക്കുന്ന സമയമുണ്ട്. ചിലപ്പോ ആഴ്ന്നുറക്കത്തിലില്ല, എണീക്കുമ്പോ മനസ്സ് വരുന്നു. ഇത് എവിടുന്ന് വരുന്നു? ഉണരുമ്പോ മനസ്സുണരുന്നു. മനസ്സാണ് ഉണർത്തുന്നത് തന്നെ ചിലപ്പോ. ആയതിനാൽ ഇങ്ങനെയുള്ള മനസ്സല്ല ഞാൻ.
ഇങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനസ്സാണോ ഞാൻ? അല്ല. ഞാൻ ആരാണ്? ആചാര്യന്മാർ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, വേദാന്തം പറഞ്ഞു തന്നിരിക്കുന്നത് ഞാൻ ആത്മസ്വരൂപമാണ് എന്നാണ്. അപ്പൊ എന്ത് പറഞ്ഞു? സച്ചിത് ആനന്ദം ആണ് എന്ന് പറഞ്ഞു, എന്നുമുള്ളതാണെന്ന് പറഞ്ഞു, മാറ്റമില്ലാത്തതാണെന്ന് പറഞ്ഞു, ആനന്ദ സ്വരൂപമാണ് എന്ന് പറഞ്ഞു, എല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞു. പിന്നെയോ ഒന്നിനെയും ആശ്രയിക്കാതെ അവനവനിൽ അനുഭവിക്കുന്ന ആനന്ദത്തോടു കൂടിയവനാണ് എന്ന് പറഞ്ഞു. വേറെ ഒന്നിനെ ആശ്രയിക്കണ്ട. മനസ്സിന് സന്തോഷം വേണമെങ്കിൽ വേറെ എന്തിനെങ്കിലും ആശ്രയിക്കണമയോ വേണ്ടയോ? എങ്ങനെയാ മനസ്സിന് സന്തോഷം കിട്ടുക? വെറുതെ ഇരുന്ന് സന്തോഷം കിട്ടുമോ? അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോയി, അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു പോകും. ഇപ്പൊ സാധാരണ നിലയ്ക്ക് നമുക്ക് എങ്ങനെയാ മനസ്സിന് സന്തോഷം കിട്ടുന്നത്? എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ, ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമ്പോ ഒരു സന്തോഷം വരും. അതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നേ? ആ ആഗ്രഹ പൂർത്തീകരണത്തിന് എന്തിനെയാണോ സമീപിക്കുന്നത് അതിനെ നമ്മൾ അതിനെ അങ്ങനെ ഒന്നിനെ ആശ്രയിച്ച ശേഷം മാത്രമാണ് നമുക്ക് സുഖം ലഭിക്കുന്നത്. പക്ഷേ ആത്മാ അങ്ങനെയല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അവനവനിൽ തന്നെ ഒന്നിനെയും ആശ്രയിക്കാതെ ആനന്ദ സ്വരൂപം, സച്ചിദാനന്ദ സ്വരൂപമാണ് മനസ്സ്. സച്ചിദാനന്ദ സ്വരൂപമാണ് ആത്മാ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല, അത് നടക്കില്ല. ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നമ്മള് ഈ ശരീരം എടുക്കുമ്പോ പൂർവ്വജന്മം അനുസരിച്ച് ഇതെല്ലാം നമ്മുടെ കൂടെ വന്നിട്ടുള്ളതാണ്. ഇതൊന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ എല്ലാത്തിനെയും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അവരുടെ പിടിയില്, ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ പെടാതിരിക്കുക. ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ പെടാതിരിക്കുമ്പോ മനസ്സ് എന്ത് ചെയ്യും? ആ ഇന്ദ്രിയങ്ങളെ എടുത്ത് പ്രവർത്തിക്കത്തില്ല. കണ്ണടച്ചാൽ പിന്നെ മനസ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വസ്തുവും എനിക്ക് കാണണ്ട, എനിക്ക് ഈ രംഗം കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുമ്പോ മനസ്സെന്ത് ചെയ്യും? ഒന്നും ചെയ്യലുണ്ടായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഈ സ്വാദ് വേണ്ട, നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഈ സ്വാദുള്ളത് എനിക്ക് വേണ്ട, നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. അവിടെ ആരാ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന? മനസ്സ് തന്നെയാണ്. അതേമാതിരി നമുക്ക് വേണ്ടാത്തതൊന്നും നമ്മൾ സ്വീകരിക്കില്ല. അവിടെ ആരാണ് നമ്മൾ ചെയ്തു തരുന്നത്? മനസ്സാണ്. അപ്പൊ ആ മനസ്സിന് അങ്ങനെ ശക്തി ഉണ്ട്. നമ്മൾ ആ ശക്തി ഉപയോഗിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സ് പറയുന്നതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഷുഗറുള്ള ആള് മധുരം കഴിക്കരുത് എന്ന് പറയുമ്പോൾ മനസ്സ് പറയും കുഴപ്പമില്ല, ഇപ്പൊ ഒരെണ്ണം കഴിച്ചോണ്ട് കുഴപ്പമില്ല, നാളെ ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ലല്ലോ, ഇപ്പൊ ഒരു മധുരം കഴിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ തന്നെ ഒരു ന്യായീകരണത്തിലേക്ക് വരും. നമ്മൾ തന്നെ ന്യായീകരണത്തിലേക്ക് വരുന്ന പറഞ്ഞാൽ ആരാണ് ന്യായീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഈ മനസ്സാണ് ന്യായീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ വിവേകം നന്നായിട്ട് പ്രവർത്തിച്ച് നോ എന്ന് പറഞ്ഞാൽ മനസ്സ് എവിടെ ഇരിക്കും? അവിടെ ഇരിക്കും. അപ്പോ മനസ്സിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കലാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോ ശാസ്ത്രം എന്താ പറയുന്നത്? മനസ്സിനെ ഒരു കരണമായി പറയുന്നു. മനസ്സിനെ ഒരു കരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ്. മനസ്സൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ഉപകരണമാണ് മനസ്സ്. അതിനെ അങ്ങനെ വേണം എടുക്കാൻ. അല്ലാതെ മനസ്സിന്റെ പിടിയിൽ നമ്മൾ ഉപകരണമായി മാറരുത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഉപകരണമാണ് മനസ്സ്. ഒരു കത്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആരുടെ കൺട്രോളിലാണ് ആ കത്തി? നമ്മുടെ കൺട്രോളിലാണ്. കത്തിയുടെ കൺട്രോളിലാണോ നമ്മൾ? അല്ല. അതേപോലെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിന്റെ കൺട്രോളിലാണോ നമ്മൾ പോകുന്നത്? നമ്മുടെ കയ്യിൽ അതിന്റെ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ടാണല്ലേ വാഹനത്തിൽ കയറി പോകുന്നത്. അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിലോ ഒരു ജീപ്പിലോ ഒരു കാറിലോ കയറി കഴിഞ്ഞാൽ കാറിന്റെ ഇഷ്ടത്തിൽ പോയാൽ പറ്റുമോ? എന്തുണ്ടാവും? എന്ത് വേണം അല്ലേ? ജീവൻ പോകും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാറിനകത്ത് കയറുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മുന്നോട്ട് ഇന്ന വഴിക്ക് പോകണം, നമ്മൾ തിരിച്ചു കൊണ്ടുപോകും, അല്ലേ? നമ്മുടെ കൺട്രോളിലാണ് കാർ. കൺട്രോൾ അല്ലെങ്കിൽ പോയി പണി തീർന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാറിനകത്ത് കയറുവോ? കയറുവോ? ബ്രേക്ക് ഇല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കയറുവോ? ഇല്ല. അയ്യോ അത് ശരിയാവത്തില്ല. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? കൺട്രോൾ ഇല്ലാതെ ഇവൻ പോകുമ്പോ അത് പറ്റില്ല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. കൺട്രോൾ ഉള്ളൊരു കാറിനകത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന പോലെ
അവനെ നമ്മളെ കൺട്രോളിൽ നിർത്തി നമ്മൾ പറയണത് മാത്രം അനുസരിച്ച് നമ്മൾ പോകാൻ പറയുന്ന വഴിക്ക് പോയി ഏത് സ്പീഡ് വേണമോ ആ സ്പീഡ് മതി എന്നും പറഞ്ഞ് നമ്മളാണ് നിശ്ചയിക്കണ്ടേ. ഈ മനസ്സിനെ ഒരു വാഹനമായിട്ട് എടുത്താൽ മതി, ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് എടുത്താൽ മതി. ഇപ്പൊ വാഹനം ഇൻസ്ട്രുമെന്റ്, അതുപോലെ മനസ്സും ഇൻസ്ട്രുമെന്റ്. സ്വന്തമായിട്ട് അതിനെ സഞ്ചരിക്കാൻ വിടാൻ പാടില്ല. അതിന്റെ ഇഷ്ടം പോലെ അത് പൊക്കോട്ടെ എന്ന് വെക്കാൻ പാടില്ല. അതിനെ വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ ഉപയോഗിക്കണം. ആ ഒരു ഉദാഹരണമാണ് ഇപ്പോ ഈ 7:45 മുതൽ ഇവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നത്. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ഇപ്പൊ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത്രയും സമയം പറ്റുന്നുണ്ടല്ലോ. അപ്പൊ പറ്റുന്ന ഉറപ്പല്ലേ? ആണ്. ഈ സമയം കൂട്ടിക്കൊണ്ടുവരണം, നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണം. നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാകാവൂ എന്ന് നമ്മൾ നിർബന്ധം പിടിക്കണം. നല്ലതേ ചിന്തിക്കുള്ളൂ. എന്തെങ്കിലും മോശം ചിന്ത വന്നാൽ നോ നോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്, വിട്ടുകളഞ്ഞേക്കണം, സമ്മതിക്കരുത്. കുറച്ചൊരു 3-4 പ്രാവശ്യം സമ്മതിക്കാതിരിക്കുമ്പോൾ മനസ്സ് പിന്നെ ഒന്നും ചെയ്യില്ല. അതാണ് മനസ്സിന്റെ, ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിനെ ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല. കാര്യം പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കിക്കുക, മനസ്സിനെ മനസ്സിലാക്കിക്കുക. എന്ത്? ചീത്ത വഴിയെ കൂടെ പോകരുത്, നല്ല വഴിയെ കൂടെ പോകാവൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ചുമ്മാ ഇങ്ങനെ ജീവിച്ചു മരിച്ചാ പോരാ. ഈ ശരീരം പോകും. ശരീരം പോകുന്നതിന് മുമ്പ്, ശരീരം പോകുമ്പോ വേറൊരു ശരീരം കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഈ ജന്മത്തിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇനിയും പഴയ ജന്മങ്ങളിൽ സഞ്ചിത കർമ്മം ഒരുപാട് കിടപ്പുണ്ട്. പ്രാരബ്ധം അതിലേറെ കിടക്കുന്നു. അപ്പോ ഇനി ശരീരം എടുക്കാനുള്ള സാധ്യതയുണ്ട്. പഴയ പ്രാരബ്ധത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. വലിയ കെട്ടുകണക്കിന് കിടക്കലിൽ നിന്ന് ഒരു കൊച്ചു 100 വർഷം, ഒരു 60, 70, 80 വർഷത്തേക്കുള്ള സാധനം എടുത്തിട്ടാണ് ഇപ്പൊ എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ശരീരം എനിക്ക് തന്നിരിക്കുന്നത്. ഇതിപ്പോ പോവും. ഇത് പോയി കഴിയുമ്പോൾ പ്രാരബ്ധം അനുഭവിക്കാനായിട്ട് ഇനിയും എനിക്ക് വരേണ്ടി വരും. ഈ ജന്മത്തിൽ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, പഴയത് വേറെ കിടക്കുന്നു. എല്ലാം കൂടെ എന്തായാലും വരേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്കിന് സമയം കുറവേ ഉള്ളൂ. അപ്പൊ ഈ മനസ്സിന് ഇങ്ങനെ തോന്നിയ വഴിക്ക് പോയാൽ പറ്റില്ല. ഈ മനസ്സിനെ എന്റെ പരിധിയിൽ നിർത്തി എനിക്ക് കുറെ സാധനങ്ങൾ ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ആത്മതത്വം എനിക്ക് അറിയാനുണ്ട്. അയം ആത്മാ ബ്രഹ്മ എന്നെനിക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഗുരു പറഞ്ഞിട്ടുള്ള തത്വമസി എന്ന് ഗുരു എന്നോട് പറഞ്ഞു. അഹം ബ്രഹ്മാസ്മി എന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സെ, നീ എന്റെ കൂടെ വരൂ, ഞാൻ പറയുന്നതനുസരിക്കൂ എന്ന് പറഞ്ഞ് മനസ്സിനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന് ധാരാളം സാധനകൾ ചെയ്ത്, എപ്പോഴും സാധന ചെയ്യുക. അതിനുള്ള എളുപ്പമാർഗം എന്താ? ഏറ്റവും എളുപ്പമുള്ള മാർഗം അറിയാവോ? സാധനയ്ക്ക് ചെയ്യുന്നതെല്ലാം ഈശ്വരാർപ്പണമാകും. വേറെ ഒന്നും വേണ്ട. എന്ത് ചെയ്തോ അത് ഈശ്വരാർപ്പണമസ്തു. ഇതെല്ലാം ഭഗവത് പാദത്തിലിരിക്കട്ടെ. ഞാൻ ഇപ്പൊ ഒരു കാര്യത്തിന് പോവാം. ഭഗവാനെ, ഇത് ഭഗവാന്റെ പാദത്തിലിരിക്കട്ടെ. സമർപ്പണം ഏറ്റവും എളുപ്പമുള്ള സാധനയാണ്. സമർപ്പണം എല്ലാം ഓരോ സെക്കൻഡിലും ഓർക്കുക, സമർപ്പിക്കുക. അതെല്ലാം സമർപ്പിക്കുക, എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എന്താണ്? അതിന്റെ വരും വരായികൾ ആര് നോക്കിക്കോളും? ഭഗവാൻ നോക്കിക്കോളും. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല അതിനകത്ത്. പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു റൈറ്റും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. അങ്ങനെ ആത്മസമർപ്പണം ചെയ്താൽ ഈ മനസ്സോടെ പ്രവർത്തിക്കുമോ? പിന്നെ ഇല്ല. കാരണം എന്താണ്? അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ കയ്യിലല്ല പിന്നെ മനസ്സ്, ഭഗവാന്റെ കയ്യിലാണ്. അങ്ങനെയാണ് ചെയ്യണ്ടേ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് ആ 51-ാമത്തെ ശ്ലോകത്തില് മനസ്സിലാക്കാനുള്ള. മനസ്സിനെ ആവശ്യം ഉള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം മനസ്സിനെ ഉപയോഗിക്കുക. അതിന് പരിശീലിക്കുക. മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തുക. എന്റെ അന്തിമ ലക്ഷ്യ സമ്പാദനത്തിന്, മോക്ഷ സമ്പാദനത്തിനായിരിക്കണം ഞാൻ ഇനി എൻ്റെ മനസ്സിനെ ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിക്കുക. എല്ലാവർക്കും സായിറാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം 52-ാമത്തെ ശ്ലോകത്തിന്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ
പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സാർ സായിരാം. സായിറാം.